സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ പ്രമേയം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അമേരിക്കയുടെ വീറ്റോ നടപടി. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെയായിരുന്നു. വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. റാഫയ്ക്ക് നേരെ വീണ്ടും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ മന്ത്രി അറിയിച്ചിരുന്നു. ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം പൂർണ്ണമായും നിർത്താനുള്ള UN സന്നദ്ധ സംഘടനകളുടെ തീരുമാനം വൻ ദുരന്തം ക്ഷണിച്ചു വരുത്തുമെന്ന് മുന്നറിയിപ്പുകളുണ്ട്. റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം വീണ്ടും തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് അറിയിച്ചു. വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞ ഗാൻസ് ഗാസയ്ക്ക് മേൽ സൈനിക നിയന്ത്രണമാണ് ലക്ഷ്യമെന്നും പറഞ്ഞു. ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല. ബന്ദി കൈമാറ്റ ചർച്ച സമാന്തരമായി തുടരുമെന്നും ഗാൻസ് കൂട്ടിച്ചേർത്തു. ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം പൂർണ്ണമായും നിർത്താനുള്ള UN സന്നദ്ധ സംഘടനകളുടെ തീരുമാനം വൻ ദുരന്തം ക്ഷണിച്ചു വരുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഗാസയിലെ ക്രമസമാധാന നില തകർന്നതും കൂടി കണക്കിലെടുത്താണ് വിതരണം നിർത്താനുള്ള കാരണം. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭക്ഷണ ട്രക്കിന് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് 3 ആഴ്ച മുമ്പ് ഭക്ഷ്യവിതരണം നിർത്തിയിരുന്നു. തുടർന്ന് വിതരണം പുനരാരംഭിച്ചപ്പോൾ വെടിവെപ്പുണ്ടായി. ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. ഏകദേശം 23 ലക്ഷം ജനങ്ങളെ പട്ടിണി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗാസയിലേക്കുള്ള സഹായം നിർത്തുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് വിവിധ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. വംശഹത്യയ്ക്ക് അധിനിവേശം സൈന്യം പട്ടിണി ആയുധമാക്കി മാറ്റുകയാണെന്ന് ഗാസ അധികൃതർ കുറ്റപ്പെടുത്തി. ഭക്ഷ്യവിതരണത്തിന് സുരക്ഷയുറപ്പാക്കാൻ UN അധികൃതർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. 3ാം തവണയും UN രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നീക്കത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയവുമായി മുന്നോട്ടു പോകുമെന്നും അമേരിക്ക അറിയിച്ചു. UN രക്ഷാസമിതിയുടെ നിർദ്ദേശങ്ങൾ തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസിനെ തുരത്തും വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു പ്രതികരിച്ചു. അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൈറോയിൽ എത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ 3ാം ദിവസമായി ഇന്നും വാദം തുടരുകയാണ്. വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. എന്നാൽ അമേരിക്ക ഇസ്രായേൽ നടപടികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് കോടതിയിൽ കൈക്കൊണ്ടത്. ഗാസയിൽ ഇസ്രായേൽ തുടർന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ മരണസംഖ്യ 29,313 ആയി. ഗാസ മരണമേഖലയായി മാറിയതായി ലോകാരോഗ്യ സംഘടന ചീഫ് ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് പറഞ്ഞു. ഗാസയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയും മാനുഷിക സാഹചര്യങ്ങളും മോശമായി കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖാൻ യൂനിസിലെ അൽ അമൽ ആശുപത്രിയിൽ 30 ദിവസമായി ഇസ്രായേൽ ഉപരോധം തുടരുകയാണ്. ആശുപത്രിയിലെ സ്ഥിതി ഗുരുതരമാണെന്ന് പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി മുന്നറിയിപ്പ് നൽകി. മവാസിലെ MSF ഷെൽട്ടറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. MSF സംഘടനയിലുള്ളവരുടെ കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലെ യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് മെഡിക്കൽ മാനസിക സഹായങ്ങൾ നൽകുന്ന സംഘടനയാണ് MSF. വടക്കൻ ഗാസയിലുള്ളവർ കഴിഞ്ഞ 3 ആഴ്ചയായി മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബ്ദെ പറഞ്ഞു. ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ 29,313 പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 69,333 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ഭക്ഷണത്തിനായി കാത്തിരുന്ന അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. 10 പേർക്ക് പരിക്കേറ്റു. ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലാണ് സംഭവം നടന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.